ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ്. ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ചോദ്യം. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായതാണ്, അപ്പോൾ തന്നെ മാർക്ക് ചെയ്യണം. ശരിയായ ജോഡി അല്ലേ? എയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ആര്യ സമാജം, ഓപ്ഷൻ ബി ബ്രഹ്മസമാജം, ഓപ്ഷൻ സി അലിഗഡ് പ്രസ്ഥാനം, ഓപ്ഷൻ ഡി സമത്വ സമാജം. ഓക്കെ, അപ്പോൾ ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെയാണ്. ഓക്കെ, എന്താണ് ആര്യ സമാജം, അല്ലെങ്കിൽ ആരാണ് ആര്യ സമാജം സ്ഥാപിച്ചുള്ളത്? അപ്പോൾ ആര്യ സമാജം എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചുള്ളത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് എന്ത് സ്ഥാപിക്കുന്നത്? ആര്യ സമാജം എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുന്നത്. ദെൻ എന്താണ് ശുദ്ധി പ്രസ്ഥാനം? അതായത് ഹിന്ദുമതത്തിൽ നിന്ന് വിട്ടുപോയവരെ തിരികെ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഹിന്ദുമതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇത് ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ. നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് മൂൽ ശങ്കർ എന്ന് പറയുന്നതാണ്. ശ്രദ്ധിക്കണം, ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് എന്താണ്? മൂൽ ശങ്കർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ മൂൽ ശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയത് ആരാ? സ്വാമി വിർജാനന്ദ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? സ്വാമി വിർജാനന്ദ. ശ്രദ്ധിക്കുക, ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് മൂൽ ശങ്കർ എന്നാണ്. ഓക്കെയാണ്. ഇനി മൂൽ ശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നൽകിയത് ആരാ? സ്വാമി വിർജാനന്ദ. ഇനി എന്തൊക്കെയാണ് നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നത്? എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നുണ്ട്. ശ്രദ്ധിച്ചോ, ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ആരാ? നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ തന്നെ ഹിന്ദു മതത്തിൻ്റെ കാൽവിൻ എന്നും ആരറിയപ്പെടുന്നുണ്ട്? സ്വാമി ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കണേ. നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേരെന്നറിയപ്പെടുന്നത് എന്താണ്? മൂൽ ശങ്കർ. ഓക്കെയാണേ. മൂൽ ശങ്കറിന് ദയാനന്ദ സരസ്വതി എന്ന പേര് നിർദ്ദേശിച്ചത് ആരാ? സ്വാമി വിർജാനന്ദ. നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്ന പേരാണെന്ത്? ഇന്ത്യയിലെ പിതാമഹൻ. അതുപോലെ തന്നെ ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരാ? നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശ്രദ്ധിക്കണേ. നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് മുദ്രാവാക്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിച്ചോ? ഒന്ന്, ഇന്ത്യക്കാർക്ക് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ആരുടേതാ? സ്വാമി ദയാനന്ദ സരസ്വതിയുടേതാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യക്കാർക്ക്. അതുപോലെ മറ്റൊരു കാര്യമാണ്, അല്ലെങ്കിൽ ദയാനന്ദ സരസ്വതി പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാചകമാണ് വേദങ്ങളിലേക്ക് മടങ്ങുക. എന്താണ്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാര്യമാണ് ഗീതയിലേക്ക് മടങ്ങുക. അപ്പോൾ ശ്രദ്ധിക്കണം, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെയാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാ? സ്വാമി വിവേകാനന്ദൻ. ഓക്കെയാണ്. ഇനി നമ്മുടെ ദയാനന്ദ സരസ്വതി മറ്റൊരു വാക്യമാണ് സ്വരാജ് സ്വഭാഷ സ്വധർമ്മ. അപ്പോൾ എന്താ പറഞ്ഞേ? സ്വരാജ് സ്വഭാഷ സ്വധർമ്മ എന്നീ വാക്യം ആരുടേതാണ്? നമ്മുടെ ദയാനന്ദ സരസ്വതിയുടേതാണ്. അതുപോലെ തന്നെ അപ്പോൾ എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് നമ്മുടെ ദയാനന്ദ സരസ്വതിയുടെ? ഒന്ന്, ഇന്ത്യക്കാർക്ക്. അതുപോലെ വേദങ്ങളിലേക്ക് മടങ്ങുക. അതുപോലെ സ്വരാജ് സ്വഭാഷ സ്വധർമ്മ. അല്ലേ? നമ്മൾ പറഞ്ഞു നമ്മുടെ ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്ന രണ്ട് പേരുകൾ നമ്മൾ പഠിച്ചില്ലേ? എന്തൊക്കെ വരാം? ഒന്ന്, ഇന്ത്യയുടെ പിതാമഹൻ. അതുപോലെ ഹിന്ദു മതത്തിൻ്റെ കാൽവിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശ്രദ്ധിക്കണേ. ഇനി നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ്റെ പേരാണ് ലാല ലജ്പത് റായ് എന്നാണ് പേര്. പേര് പഠിച്ചോ? എന്താണ് പേര്? ലാല ലജ്പത് റായ്. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായ ശിഷ്യനാരി എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ ആരുടെ പേരാണ് പറയേണ്ടത്? ലാല ലജ്പത് റായ്. എന്താണ് പേര്? ലാല ലജ്പത് റായ്. ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവാണ്. ഓക്കെ, ഇനി ആര്യ സമാജം. അല്ലേ? നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ആര്യ സമാജം എന്ന് പറഞ്ഞു. അല്ലേ? അപ്പോൾ എന്നാണ് ഈ ആര്യ സമാജം സ്ഥാപിതമായിട്ടുള്ളത്? ശ്രദ്ധിച്ചോ, ആര്യ സമാജം സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 1875 ഏപ്രിൽ 10. ശ്രദ്ധിച്ചേ, ആര്യ സമാജം സ്ഥാപിച്ചത് ആരാ? ദയാനന്ദ സരസ്വതിയാണ്. ഇനി അത് സ്ഥാപിതമായ വർഷം ഏതാണ്? 1875 ഏപ്രിൽ 10. ഓക്കെയാണ്. നമ്മുടെ ഈ ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബോംബെയാണ്. അപ്പോൾ ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബോംബെ. നമ്മുടെ പിന്നീട് ഈ ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം പിന്നീട് എങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്? ലാഹോറിലേക്ക് മാറ്റി സ്ഥാപിച്ചു. എവിടെ മാറ്റി സ്ഥാപിച്ചു? ലാഹോറിലേക്ക്. അപ്പോൾ എന്നാണ് ആര്യ സമാജം സ്ഥാപിതമായ? 1875 ഏപ്രിൽ 10.
എവിടെയാണ് ആസ്ഥാനം? ബോംബെ. പിന്നീട് ഇതിൻ്റെ ആസ്ഥാനം എങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിച്ചു? എവിടേക്കാ? ലാഹോറിലേക്ക് മാറ്റി സ്ഥാപിച്ചു അല്ലേ. അപ്പോൾ ഓർത്തെ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യൻ്റെ പേര് നമ്മൾ എന്താ പറഞ്ഞേ? ലാല ലജ്പത് റായി. എന്തൊക്കെ വാക്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഇന്ത്യക്കാർക്ക് വേദങ്ങളിലേക്ക് മടങ്ങുക, സ്വരാജ്, സ്വഭാഷ, സ്വധർമ്മ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞതാരാ? സ്വാമി വിവേകാനന്ദൻ. ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് സത്യപ്രകാശം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഏതാ? സത്യപ്രകാശം. ഇനി നോക്കിക്കേ, അടുത്തൊരു പോയിന്റാണ് 10 സിദ്ധാന്തങ്ങൾ. ശ്രദ്ധിച്ചോ, 10 സിദ്ധാന്തങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചോ, 10 സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആര്യ സമാജം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞേ? നമ്മുടെ ആര്യ സമാജം സ്ഥാപിതമായ വർഷം 1875 ഏപ്രിൽ 10. ഇതിൻ്റെ ആസ്ഥാനം ബോംബെ. പിന്നീട് ഇതിൻ്റെ ആസ്ഥാനം എങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിച്ചു? ലാഹോറിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണിത്, സത്യാർത്ഥ പ്രകാശം. ഓക്കെ, ദെൻ നമ്മുടെ ഇനി അടുത്തൊരു പോയിന്റ് നോക്കിയേ, മൃഗബലി, ശൈശവ വിവാഹം, വിഗ്രഹാരാധന. സ്വർഗവും നരകവും എതിർത്തിരുന്ന സംഘടനയാണ് ഏത്? ആര്യ സമാജം. ശ്രദ്ധിച്ചോ, സ്വർഗവും നരകവും എതിർത്തിരുന്ന സംഘടനയുടെ പേരാണത് ആര്യ സമാജം. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇത്, ഒരു തവണ PSC പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഹരിദ്വാറിൽ എന്താണ് പറഞ്ഞത്? ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം ആരംഭിച്ച സംഘടനയുടെ പേരാണ് ആര്യ സമാജം. മാറല്ലേ, ഹരിദ്വാറിൽ കാംഗ്രി ഗുരുകുലം സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താ? ആര്യ സമാജം. ഓക്കെ ആണേ. ദെൻ നോക്കിക്കേ, ഇനി അടുത്തൊരു പോയിന്റാണ് ആര്യ സമാജം അല്ലേ. അപ്പോൾ നമ്മുടെ ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രധാനപ്പെട്ട സംഘടനകളാണൊന്ന് ആര്യ സമാജം. എന്താണ് പേര് പഠിക്കേണ്ടത്? ആര്യ സമാജം. മാർക്കല്ലേ. അതുപോലെ തന്നെ ശുദ്ധി പ്രസ്ഥാനം ആരുടേതാണ്? നമ്മുടെ ദയാനന്ദ സരസ്വതിയുടേതാണ്. അതുപോലെ നമ്മുടെ ദയാനന്ദ സരസ്വതി ആരംഭിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാസികയാണ് ആര്യപ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ ആര്യ സമാജം നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ സംഘടനയാണ്. എന്നാൽ ആര്യപ്രകാശം എന്ന് പറയുന്നത് ദയാനന്ദ സരസ്വതിയുടെ മാസികയുടെ പേരാണ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു സത്യാർത്ഥ പ്രകാശം. ആര്യ സമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് പറഞ്ഞേ? ഈ സത്യാർത്ഥ പ്രകാശം അല്ലേ. നോക്കിയേ, ഈ സത്യാർത്ഥ പ്രകാശം എന്നാണ് ആരംഭിച്ചത്? 1875. ഇനി അത് ചോദിക്കാറുണ്ട്, നമ്മുടെ ആ സത്യാർത്ഥ പ്രകാശം ഏത് ഭാഷയിലാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് ഹിന്ദി ഭാഷയിലാണ്. മാർക്കല്ലേ, സത്യാർത്ഥ പ്രകാശം ഏത് ഭാഷയിലാണ് ആരംഭിച്ചത്? നമ്മുടെ ഹിന്ദി ഭാഷയിൽ. ഏത് വർഷം? 1875. അതുപോലെ നമ്മുടെ ദയാനന്ദ സരസ്വതിയുടെ പ്രധാനപ്പെട്ട മറ്റു കൃതികളാണ് ഒന്ന് വേദഭാഷ്യ ഭൂമിക. പഠിച്ചോ, പേരെന്താണ്? വേദഭാഷ്യ ഭൂമിക. അതുപോലെ വേദഭാഷ്യം. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാ? നമ്മുടെ സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ശുദ്ധി പ്രസ്ഥാനം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? നമ്മുടെ ആര്യ സമാജം. അടുത്തൊരു ഓപ്ഷൻ ആയിരുന്നു ഏത്? അലിഗഡ് പ്രസ്ഥാനം. ആരാണ് അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത്? അത് നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇതും ഏത് വർഷം തന്നെയാണ്? 1875. മാറല്ലേ. നമ്മുടെ ആര്യ സമാജം സ്ഥാപിച്ച വർഷം 1875. അതുപോലെ അലിഗഡ് പ്രസ്ഥാനം നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച വർഷവും ഏത് തന്നെയാണ്? 1875 തന്നെയാണ്. ഇനി നമ്മുടെ സ്ഥാപിച്ചത് പറഞ്ഞു സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണെന്ന് പറഞ്ഞു. ഇനി ഈ അലിഗഡ് പ്രസ്ഥാനത്തിന് മറ്റു പ്രധാനപ്പെട്ട 2 പ്രവർത്തകരുണ്ട്. ആരൊക്കെയാ? ഒന്ന് ചിരാഗ് അലി എന്ന് പറയുന്ന വ്യക്തി. ആരാ? ചിരാഗ് അലി. മറ്റൊരു വ്യക്തിയാണ് നാസിർ അഹമ്മദ്. 2 പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ചിരാഗ് അലി, അതുപോലെ നാസിർ അഹമ്മദ്. ശ്രദ്ധിച്ചേ, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയ വർഷമാണ് 1920. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതാരാ? അത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അത് മുസ്ലിം സർവകലാശാലയായി മാറിയ വർഷമാണ് ഇത് പഠിക്കേണ്ടത് നമ്മൾ 1920. ഇനി നോക്കിയേ, ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ശ്രദ്ധിക്കണം, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, ദെൻ ഈ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷമാണ് 1828. എന്നാൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യകാല പേരെന്തായിരുന്നു? അത് ബ്രഹ്മസഭ എന്നായിരുന്നു പേര്. അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ഇനി ബ്രഹ്മസഭ എന്നായിരുന്നു നമ്മുടെ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യകാല പേരെന്ന് പറയുന്നത്. എന്നാൽ 1828 ഈ ബ്രഹ്മസഭ ബ്രഹ്മസമാജം എന്ന പേരിലേക്ക് മാറിയത് 1830. അപ്പോൾ ബ്രഹ്മസഭ സ്ഥാപിച്ച വർഷം 1828, അല്ലെങ്കിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം 1828. ബ്രഹ്മസഭ ബ്രഹ്മസമാജമായി മാറിയ വർഷം 1830. ബ്രഹ്മസമാജം
രണ്ടായി മാറിയത് അല്ലെങ്കിൽ വിഭജിച്ചത് 1866 എന്തൊക്കെ പേരിലാണ്? ആദി ബ്രഹ്മസമാജം, അതുപോലെ തന്നെ ഭാരതീയ ബ്രഹ്മസമാജം. അതിൽ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരാണ് ദേവേന്ദ്രനാഥ ടാഗോർ. ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. എന്നാൽ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരാണ് കേശബ് ചന്ദ്രസൻ. കേശബ് ചന്ദ്രസൻ. അപ്പോൾ മാറല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ച ആര്യസമാജം സ്ഥാപിതമായ വർഷം 1875. സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് പ്രസ്ഥാനം 1875. ബ്രഹ്മസമാജം അല്ലെങ്കിൽ ബ്രഹ്മസഭ സ്ഥാപിതമായത് 1828. ഇത് ബ്രഹ്മസമാജമായി മാറിയത് എന്ന 1830. വീണ്ടും നമ്മുടെ ബ്രഹ്മസമാജം എന്ന് പറയുന്ന സംഘടന എന്തായി മാറി? വേറൊരു പേരിലേക്ക് മാറി. ഇനി ശ്രദ്ധിച്ചേ, 1878 എന്ന് പറയുന്ന വർഷം എന്ത് സ്ഥാപിതമായിട്ടുണ്ട്? സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിതമായിട്ടുണ്ട്. എന്താണ്? ബ്രഹ്മസമാജം രണ്ട് പിരിവുകളായിട്ട് മാറിയത് 1866. നോക്കിക്കേ, 1878 എന്ത് സ്ഥാപിതമായിട്ടുണ്ട്? സാധാരണ ബ്രഹ്മസമാജം. ഇനി ആരൊക്കെയാണ് സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകുന്നത്? നമ്മുടെ ആനന്ദ മോഹൻ ബോസ്, അതുപോലെ ശിവാനന്ദ ശാസ്ത്രികൾ. ഓക്കെയാണേ. ഇനി ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് ഏതെന്നറിയോ? സമത്വ സമാജം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ സമത്വ സമാജം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. ഓക്കെ, ആ സമത്വ സമാജം സ്ഥാപിച്ച വ്യക്തിയുടെ പേരാണ് വൈകുണ്ഠ സ്വാമി അല്ലേ? അപ്പോൾ എന്നാണ് വൈകുണ്ഠ സ്വാമി സമത്വ സമാജം സ്ഥാപിച്ചത്? 1836 എന്ന് പറയുന്ന വർഷം. മാറല്ലേ? കേരളത്തിലെ തന്നെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് ഇത് പഠിക്കണ്ടേ? സമത്വ സമാജം. സ്ഥാപിച്ച വ്യക്തി ആരാ? വൈകുണ്ഠ സ്വാമി അല്ലേ? മാറല്ലേ? വർഷം ഏതാണ്? 1836. ഇനി നമ്മൾ നമ്മുടെ PSC ചോദിച്ച മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതുവരെ പഠിച്ച പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുകയാണ്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ചോദ്യം ഒന്നുകൂടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഓപ്ഷൻ നാഗ്പൂർ, ബോംബെ, ലാഹോർ, അലഹബാദ്. അപ്പോൾ PSC നിരന്തരം ചോദിക്കുന്ന ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്നത്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ലാഹോറാണ്. മാറല്ലേ? അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാൽ? ലാഹോറിൽ വെച്ചിട്ടാണ്. മാറുമോ? ഈ ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാൽ? ഈ ലാഹോർ സമ്മേളനമാണ്. ഏതാ വർഷം? 1929 പഠിച്ചേ. അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ട INC സമ്മേളനം എന്ന് പറയുന്നത് 1929. മാസം ഡേറ്റ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേ. ഡിസംബർ 19. അപ്പോൾ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് INCയുടെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. ലാഹോർ സമ്മേളനം നടന്ന വർഷം എന്ന് പറയുന്നത് 1929 ഡിസംബർ 19 അല്ലേ? ഇനി ഈ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. കിട്ടണേ, ഒരുപാട് തവണ ചോദിച്ചാണ്. ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ലാഹോർ സമ്മേളനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ, എന്താ പ്രത്യേകത? ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് ഈ ലാഹോർ സമ്മേളനം. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് 1929 ഡിസംബർ 31 അല്ലേ? അപ്പോൾ ലാഹോർ സമ്മേളനം എന്നായിരുന്നു? 1929 തന്നെ ഡിസംബർ 19. എന്നാൽ ദേശീയ പതാക ഉയർത്തുന്നത് 1929 ഡിസംബർ 31 അർദ്ധരാത്രിയിൽ ഏത് നദീതീരത്താണെന്ന് ചോദിക്കാം. രവി നദീതീരത്താണ്. മാറല്ലേ? രവി നദീതീരത്താണ് എന്ത് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ പതാക ഉയർത്തുന്നത്. അടുത്തൊരു പോയിന്റ് ശ്രദ്ധിച്ചേ. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു. അതായത് നമ്മുടെ ഈ ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് പറഞ്ഞു? 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു അല്ലേ? ഈ ജനുവരി 26 എന്ന് പറയുന്ന ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ഏത് ദിവസമാക്കിയത്? ജനുവരി 26 ആക്കി. അപ്പോൾ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ഈ ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് അല്ലേ? അപ്പോൾ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ആ തീരുമാനം വന്നത്? ഈ ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത്. പഠിച്ചു വെച്ചേ. അപ്പോൾ ലാഹോർ സമ്മേളനം നടന്ന വർഷം എന്ന് പറയുന്നത് 1929 ഡിസംബർ 19. അതുപോലെ ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത് ഈ 1929 ഡിസംബർ 31 ഏത് നദീതീരത്താ? രവി നദീതീരത്താണ് അല്ലേ? അതുപോലെ ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഇനി ഇതിൻ്റെ ഓർമ്മക്കായിട്ടാണ് നമ്മുടെ ജനുവരി 26 എന്ന് പറയുന്നത് റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് നോക്കിയേ. മഹാത്മാഗാന്ധിയുടെ അല്ലേ, നമ്മുടെ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ അന്തിമ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിച്ചു. എന്താ പറഞ്ഞത്? മഹാത്മാഗാന്ധിയുടെ
എന്താ പറഞ്ഞേ? മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ അന്തിമ ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ട സമ്മേളനം ഏതാണെന്ന്. അപ്പോൾ ഏതാ സമ്മേളനം? ലാഹോർ സമ്മേളനം അല്ലേ. ഇനി അതിലുള്ള മറ്റൊരു ഓപ്ഷനാണ് ഇത് നാഗ്പൂർ സമ്മേളനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നാഗ്പൂർ സമ്മേളനം എന്നാണ് INCയുടെ നാഗ്പൂർ സമ്മേളനം നടക്കുന്നത്? 1920. ഇനി നോക്കിക്കേ, ഈ INCയുടെ 1920 നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സി വിജയ രാഘവാചാര്യ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ് പറയേണ്ടത്? സി വിജയ രാഘവാചാര്യയാണ് നാഗ്പൂർ സമ്മേളനം. അപ്പോൾ നാഗ്പൂർ സമ്മേളനം നടന്ന വർഷം 1920, ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929. ഈ നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിക്കുന്നത്. 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് പറയുന്നത്? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. മാറല്ലേ, കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. അതുപോലെ നമുക്കറിയാം ബോംബെ സമ്മേളനം, INCയുടെ ആദ്യത്തെ സമ്മേളനമാണ് ഇത്, ബോംബെ സമ്മേളനം അല്ലെ. INC 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത്. അപ്പോൾ INCയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാ? ബോംബെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാ. ഈ INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് WC ബാനർജി. ആരാണ്? WC ബാനർജി. നമുക്കറിയാം INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷമാണ് 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28 സ്ഥാപിതമായതാണ് ഇത് INC. അപ്പോൾ INCയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷമാണ് 1885. എവിടെ വെച്ചാണ് നടക്കുന്നത്? ബോംബെയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ സമ്മേളനത്തിന് അധ്യക്ഷൻ എന്ന് പറയുന്നത് WC ബാനർജി എന്ന് പറയുന്നതാണ്. WC ബാനർജി. ഓക്കെയാണ്. അപ്പോൾ ലാഹോർ സമ്മേളനം 1929 ഡിസംബർ 19. മറക്കോ? നാഗ്പൂർ സമ്മേളനം 1920. പിന്നീട് ബോംബെ സമ്മേളനം അത് 1885. ഇതാണ് എന്ത് പറയുന്നത്? നമ്മുടെ INCയുടെ ആദ്യത്തെ സമ്മേളനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ SCRTയിൽ പറയുന്ന ഈ പോയിന്റ് നോക്കിക്കേ. 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ്. ഏത് വർഷമാണ്? 1929. അപ്പോൾ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ INC സമ്മേളനം എന്ന് പറയുന്നത് 1929 ലാഹോർ സമ്മേളനം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ്. എന്താ പറഞ്ഞത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഈ ലാഹോർ സമ്മേളനത്തിലാണ്. അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായതാണ്, അപ്പോൾ തന്നെ മാർക്ക് ചെയ്യണം. ശരിയായ ജോഡി അല്ലേ. നോക്കാം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാ? വാഗ്ഭടാനന്ദനാണ്. ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി. ശരിയാണോ? ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച ഒരു പത്രമാണിത് സ്വദേശാഭിമാനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത് നോക്കിക്കേ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലേ. അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറ സ്ഥാപിച്ചതാണ് ഇത് ആത്മാനുതാപം. എന്താണ് പേര്? ആത്മാനുതാപം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുന്നത്? ഓപ്ഷൻ ഡി എല്ലാം ശരി എന്ന് പറയുന്നതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കാം. ഇനി നോക്കിക്കേ. അപ്പോൾ ആത്മവിദ്യാസംഘം. അപ്പോൾ നോക്കിയേ, ആത്മവിദ്യാസംഘം നമ്മൾ പറഞ്ഞു ആരാ സ്ഥാപിക്കുന്നത്? അത് വാഗ്ഭടാനന്ദനാണ് സ്ഥാപിക്കുന്നത്. ശ്രദ്ധിച്ചോ, ആത്മവിദ്യാസംഘം സ്ഥാപിച്ച വർഷമാണ് 1917. ആരാ സ്ഥാപിക്കുന്നത്? വാഗ്ഭടാനന്ദൻ. എവിടെ ആസ്ഥാനമാക്കിയിട്ട്? വടകര ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ ആത്മവിദ്യാസംഘം സ്ഥാപിച്ച വ്യക്തി വാഗ്ഭടാനന്ദൻ. ഏത് വർഷം? 1917. ഈ ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം എന്ന് പറയുന്നത്. പഠിച്ചോ, ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണിത് അഭിനവ കേരളം. സംഘടന ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് 1917. മുഖപത്രമായ അഭിനവ കേരളം സ്ഥാപിക്കുന്ന വർഷം 1921. മാറല്ലേ, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് 1917 ആണെങ്കിൽ അഭിനവ കേരളം സ്ഥാപിച്ചത് 1921. പഠിച്ചേ. ഇനി അഭിനവ കേരളവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം അല്ലെങ്കിൽ ആപ്തവാക്യമാണ്. പഠിച്ചോ. ഉണരുവിൻ, അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. നോക്കിക്കേ, എന്താണ് പറഞ്ഞത്? ഉണരുവിൻ, അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഭിനവ കേരളം. അപ്പോൾ നമ്മുടെ സംഘടന എന്ന് പറയുന്നത് ആത്മവിദ്യാസംഘം. സ്ഥാപിച്ചതാരാ? വാഗ്ഭടാനന്ദൻ. ഏത് വർഷം? 1917. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രത്തിൻ്റെ പേര് അഭിനവ കേരളം. ഏതാ വർഷം? 1921. ഇനി അഭിനവ കേരളത്തിലെടുത്ത ആപ്തവാക്യമാണെന്ത്? ഉണരുവിൻ, അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് പറയുന്നത്. നോക്കിയേ, ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ഇത് ആത്മവിദ്യ. ശ്രദ്ധിച്ചോ, ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഏതാ പുസ്തകം? നമ്മുടെ ആത്മവിദ്യ എന്ന് പറയുന്നതാണ്. ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, PSC പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു പോയിന്റാണ്. നമ്മുടെ ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്താ പറഞ്ഞേ? ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അത് മലബാറിലാണ്. എവിടെ പഠിക്കണ്ടേ? മലബാർ. അതുപോലെ
ഇനി ആത്മഹത്യാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലമാണ് കാരക്കാട്. മറല്ലേ, ആത്മഹത്യാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഏതാ? കാരക്കാട്. അപ്പോൾ മറക്കല്ലേ, ആത്മഹത്യാ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ഇത് ആത്മവിദ്യ. ഇനി ആത്മഹത്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല എന്നറിയപ്പെടുന്നത് മലബാർ. അതുപോലെ ആത്മഹത്യാ സംഘത്തിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്ന സ്ഥലം ഏതാ? അത് കാരക്കാടാണ്. പഠിച്ചേ. ഇനി ഈ ആത്മഹത്യാ സംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന കവിത വാഗ്ബടാനന്ദൻ രചിച്ച കവിതയുടെ പേരാണ് സ്വതന്ത്ര ചിന്താമണി എന്ന് പറയുന്നത്. പഠിച്ചേ, സ്വതന്ത്ര ചിന്താമണി ഏത് വർഷം? 1921. ആരാ രചിക്കുന്നത്? വാഗ്ബടാനന്ദൻ. അപ്പോൾ ആത്മഹത്യാ സംഘം സ്ഥാപിച്ച വർഷം 1917. അഭിനവ കേരളം സ്ഥാപിതമായ വർഷം 1921. അതേ വർഷം തന്നെ സ്ഥാപിതമായ വാഗ്ബടാനന്ദൻ്റെ കവിതയുടെ പേരാണിത് സ്വതന്ത്ര ചിന്താമണി. കിട്ടണേ? പഠിച്ചേ. സ്വദേശാഭിമാനി അല്ലേ, സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ആരെ പഠിച്ചേ? വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രമാണിത് സ്വദേശാഭിമാനി. ഇനി സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം ആരംഭിച്ച വർഷം 1905 ജനുവരി 19. എന്നാണ് ആരംഭിച്ചേ? 1905 ജനുവരി 19 തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് ആസ്ഥാനമാക്കിക്കൊണ്ടാണ് എന്ത് സ്ഥാപിക്കുന്നത്? സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം സ്ഥാപിതമാകുന്നത്. ആരാ സ്ഥാപിച്ചേ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഏത് വർഷത്തിലാണ് സ്ഥാപിച്ചേ? 1905 ജനുവരി 19. അപ്പോൾ അഞ്ചുതെങ്ങിലാണ് സ്ഥാപിച്ചേ. പിന്നീട് ഈ പത്രത്തിൻ്റെ ആസ്ഥാനം എവിടേക്ക് മാറ്റി സ്ഥാപിച്ചു? വക്കം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ഏത് വർഷം? 1906. പിന്നീട് നമ്മുടെ സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷമാണ് 1907. അപ്പോൾ സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം ആരംഭിച്ച വർഷം 1905 ജനുവരി 19. എവിടെ? അഞ്ചുതെങ്ങ്. ആസ്ഥാനം വക്കത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് 1906. തിരുവനന്തപുരത്ത് നിന്ന് ദിനപത്രമായ വർഷം 1907. പഠിച്ചേ. ഇനി അടുത്തൊരു പോയിന്റാണ് നമ്മുടെ സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത് CP ഗോവിന്ദപിള്ള എന്ന് പറയുന്ന വ്യക്തിയാണ്. പേര് മാറല്ലേ, CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആര് പറഞ്ഞേ? CP ഗോവിന്ദപിള്ള എന്ന് പറയുന്ന വ്യക്തിയാണ്. മാറുമോ? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്ന വ്യക്തി അത് CP ഗോവിന്ദപിള്ള എന്ന് പറയുന്ന വ്യക്തിയാണ്. പേര് പഠിച്ചോ? പേര് മാറല്ലേ, CP ഗോവിന്ദപിള്ള. അതിനുശേഷം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായ വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറയുന്ന വ്യക്തി. ആരാ? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അങ്ങനെയാണെങ്കിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായ വർഷം ഏതാ? 1906 ജനുവരി 17. 1906 ജനുവരി 17. ഓക്കെ. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ എന്ന് പറയുന്നത് ആരാ? അത് CP ഗോവിന്ദപിള്ള. അദ്ദേഹം എന്തിന് പത്രാധിപരായി? ആര്യഭൂഷണം. അതിനുശേഷം പത്രത്തിൻ്റെ പത്രാധിപരായത് ആരാ? അത് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഏത് വർഷത്തിലാണ്? 1906 ജനുവരി 17. ഓക്കെയാണേ. അപ്പോൾ നമ്മൾ പഠിച്ചു ആദ്യ എഡിറ്റർ എന്ന് പറയുന്നത് CP ഗോവിന്ദപിള്ള അല്ലേ? ആരാണ്? CP ഗോവിന്ദപിള്ള. പിന്നീട് CP ഗോവിന്ദപിള്ള എന്തിന് പത്രാധിപരായി? ആര്യഭൂഷണത്തിന് ശേഷം. പിന്നീടാണ് ആര് വരുന്നത്? സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ള. അതേതാ വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ 1906 ജനുവരി 17. പഠിച്ചേ. ഇനി അടുത്തൊരു പോയിന്റ് നോക്കിയേ. ഇനി സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം അതുപോലെ സ്വദേശാഭിമാനി പ്രസ് ഒക്കെ നിരോധിക്കുന്നുണ്ട്. ആരാ നിരോധിക്കുന്നത്? അത് തിരുവിതാംകൂർ സർക്കാരാണ് നിരോധിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോ, ഈ സ്വദേശാഭിമാനി പത്രം നിരോധിക്കുന്ന വർഷമാണ് 1910 സെപ്റ്റംബർ 26. മാറല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രം പ്രസ് ഒക്കെ നിരോധിച്ച വർഷം ഏതാ? 1910 സെപ്റ്റംബർ 26 ആണ്. ഇതേ വർഷം തന്നെ ഇതേ ദിവസം തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ പത്രാധിപരായിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ത് ചെയ്യുന്നത്? നാട് കടത്തുന്നത്. എങ്ങോട്ടേക്കാ? അത് തിരുനെൽവേലിയിലേക്കാ. എവിടേക്കാണ്? തിരുനെൽവേലി. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നാട് കടത്തിയതും സ്വദേശാഭിമാനി പത്രം നിരോധിച്ച വർഷം ഒക്കെ ഇത് തന്നെ പറയണ്ടേ? 1910 സെപ്റ്റംബർ 26 ആണ്. ഇനി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് എന്താ? അത് ഭയകൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ. എന്താ പറഞ്ഞേ? ഭയകൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ. ഏത് പത്രമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുദ്രാവാക്യ? സ്വദേശാഭിമാനി പത്രം. താഴത്ത് നോക്കിയേ. ഈ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. എന്ത് അറിയോ? ഭയകൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ഓപ്ഷൻ ഏതാ പറയുന്നത്? ദേശാഭിമാനി. ഏതാണ്? ദേശാഭിമാനി. അപ്പോൾ ഓർത്ത് വെച്ചോ, ഭയകൗടില്യ ലോപങ്ങൾ എന്ന് പറയുന്ന മുദ്രാവാക്യം ഏത് പത്രമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സ്വദേശാഭിമാനി. ഏതാണ്? സ്വദേശാഭിമാനി. ഇവിടെ ഓർത്ത് വെക്കണം, ഫസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ദേശാഭിമാനി അല്ലേ? ദേശാഭിമാനി എന്ന് പറയുന്ന പത്രം സ്ഥാപിച്ചത് ആരാ? അത് TK മാധവനാണ്. അത് 1915. അപ്പോൾ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി 1905 ജനുവരി 19.
ദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് TK മാധവൻ. ആരാ? TK മാധവൻ. ആരാ? TK മാധവൻ അല്ലേ? അപ്പോൾ 1915. ഇനി നമ്മൾ പറഞ്ഞു കുര്യാക്കോസ് ഏലിയാസ് ചവറ അല്ലേ? അവിടെ നമ്മൾ പറഞ്ഞു ആത്മാനുതാപം അല്ലേ? കുര്യാക്കോസ് ഏലിയാസ് ചവറ ആ പ്രസ്താവന എന്താ? ശരിയാണ് അല്ലേ? അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഇത് പറയുന്നത് ആത്മാനുതാപം. അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ മറ്റു പ്രധാനപ്പെട്ട കൃതികളിലേക്ക് നമുക്ക് നോക്കാം. ഏതൊക്കെയാ? കൂനമ്മാവ് മഠം. ഏതാ പഠിക്കണ്ടേ? കൂനമ്മാവ് മഠം. കനോന നമസ്കാരം. ശ്രദ്ധിച്ചോ, കനോന നമസ്കാരം, കൂനമ്മാവ് മഠം, നളാഗമം. പഠിച്ചേ പേരെന്താ? നളാഗമം. മാന്നാനം നളാഗമം. എന്താണ് പേര്? മാന്നാനം നളാഗമം. ധ്യാന സല്ലാപങ്ങൾ. പറഞ്ഞേ, ധ്യാന സല്ലാപങ്ങൾ. 40 മണിയുടെ ക്രമം. പഠിച്ച പേരെന്താ? 40 മണിയുടെ ക്രമം. മരണവീട്ടിൽ പാടുവാനുള്ള പാന. എന്താ പേര്? മരണവീട്ടിൽ പാടുവാനുള്ള പാന. മരണപർവം. എന്താണ്? മരണപർവം. അപ്പോൾ ഏതൊക്കെയാണ് കൃതികൾ? കൂനമ്മാവ് മഠം, കനോന നമസ്കാരം, നളാഗമം, മാന്നാനം നളാഗമം, ധ്യാന സല്ലാപങ്ങൾ, 40 മണിയുടെ ക്രമം, അതുപോലെ മരണവീട്ടിൽ പാടുവാനുള്ള പാന, മരണപർവം. ഇതൊക്കെ ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ട കൃതികളാണ്? കുര്യാക്കോസ് ഏലിയാസ് ചവറ. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, പഠിച്ചു നോക്കണം, നിർബന്ധമാണ്. PSC പരീക്ഷയ്ക്ക് ആത്മാനുതാപം ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ ചാവറച്ചൻ്റെ മറ്റു പ്രധാനപ്പെട്ട കൃതിയിൽ നോക്കിയേ, സീറോ മലബാർ സഭയുടെ കലണ്ടർ, 40 മണിയുടെ ക്രമം, അതുപോലെ സീറോ മലബാർ സഭയുടെ കലണ്ടർ, നല്ല അപ്പൻ്റെ ചാവരുൾ. ഇവിടെ അല്ലെങ്കിൽ നല്ല അപ്പൻ്റെ ചാവരുകൾ അല്ലെങ്കിൽ നല്ല അച്ഛൻ്റെ ചാവരുകൾ എന്നൊക്കെ കാണാറുണ്ട്. ഓർത്തു വെച്ചോ. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. നല്ല അപ്പൻ്റെ ചാവരുൾ അല്ലെങ്കിൽ നല്ല അപ്പൻ്റെ ചാവരുകൾ എന്നൊക്കെ പറയാം. അടുത്തൊരു കൃതി നോക്കി, അനസ്താസിയയുടെ രക്തസാക്ഷ്യം അല്ലെങ്കിൽ അനസ്തേഷ്യയുടെ രക്തസാക്ഷ്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് ആത്മാനുതാപം. പേരെന്താണ്? ആത്മാനുതാപം. അപ്പോൾ ഒരുപാട് കൃതികൾ നമ്മൾ പഠിച്ചു ചാവറച്ചൻ്റെ. അപ്പോൾ കൃത്യമായിട്ട് എല്ലാം ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് കാണുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്